ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ ഈ അടയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണ്. പഴം കൊണ്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. കാണാൻ വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. വീട്ടിൽ കുറേ പഴം ബാക്കി വന്നതാ കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ നോക്കി ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാ. അതിന് ആയിട്ട് ആദ്യം പഴം വേവിക്കാൻ വെച്ചു. പിന്നെ ശർക്കര ഒന്ന് പാനിയാക്കാൻ വേണ്ടിയിട്ട് വെച്ചു. പഴം വെന്തതിന് ശേഷം നന്നായിട്ട് ഉടച്ച് വയ്ക്കുക. മിക്സിയിൽ അടിച്ചാലും മതി, കറണ്ടില്ലാത്തതാണ് ഞാൻ ഉടച്ച് വെച്ചത്. പിന്നെ പഞ്ചസാര, ഏലക്കായും ചുക്കും കൂടി പൊടിച്ചെടുക്കുക. പിന്നെ ഗ്യാസിലൊരു പാത്രം വെച്ചിട്ട് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുക. നെയ്യ് ഉരുകിയതിന് ശേഷം ഈ ഉടച്ച് വെച്ചിരിക്കുന്ന പഴം അതിലേക്ക് ചേർക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് മിക്സ് ചെയ്തതിന് ശേഷം ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. മധുരത്തിനനുസരിച്ച് ശർക്കര എടുത്താൽ മതി കേട്ടോ. ഞാൻ 2 അച്ചാണ് എടുത്തത്. പിന്നെ പഞ്ചസാര പൊടിച്ചത് കൂടി ഇട്ട് കൊടുത്തു. പഞ്ചസാര അപ്പോൾ കുറച്ചെടുത്താൽ മതി, ശർക്കര കൂടുതൽ എടുക്കണമെങ്കിൽ. അങ്ങനെ എല്ലാം കൂടി കുറച്ച് നേരം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക. അങ്ങനെ അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എൻ്റെ ഇത് പരീക്ഷണമായ കാരണം കൊണ്ട് ഞാൻ കുറച്ചായിട്ട് ഉണ്ടാക്കിയുള്ളൂ. പിന്നെ വേണ്ടത് വാഴയിലയാണ്. വാഴയില കഴുകിയിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക. ഞാൻ കണ്ട വീഡിയോയിൽ സമൂസ പോലെ ഇട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വാഴയിലയിൽ സമൂസ പോലെ തന്നെ ഉണ്ടാക്കി. അധികം കനമൊന്നുമില്ലാതെ കനം കുറച്ചിട്ടാട്ടോ ഉണ്ടാക്കിയത്. അങ്ങനെ ആ മിക്സൊക്കെ നിറച്ച ശേഷം ആവിയിൽ വേവിക്കാൻ വെച്ചു. ആവിയിൽ വേവിക്കാൻ വെച്ച് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇലയുടെ കളറൊക്കെ മാറും. അപ്പോൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ വെന്തിട്ടുണ്ടാവും. അപ്പോൾ പലഹാരം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ പഞ്ചസാരയുടെ അളവ് മാത്രം കുറച്ച് കൂടി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.